ഏവർക്കും ഗ്രേസ് ട്രേഡിംഗ് അക്കാഡമിയിലേക്ക് സ്വാഗതം. തൊട്ടു മുമ്പ് ഇട്ടിരുന്ന ക്ലാസ് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പലരും അറിയിച്ചു. നല്ല റീച്ച് അതിനുണ്ടായി. നിങ്ങളുടെ സഹകരണത്തിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ച നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഇന്ന് 8/12/2025 ഈ ആഴ്ചയുടെ തുടക്ക ദിവസം അഥവാ തിങ്കളാഴ്ച തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു ഡൗൺവേർഡ് മാർക്കറ്റായിരുന്നു ഇന്ന്. ഞാൻ പറഞ്ഞാൽ ഇന്ന് ഒരു നല്ല മാർക്കറ്റാണ് എന്ന് പറയും. എന്നാൽ ട്രേഡേഴ്സ് ഇത് കേൾക്കുന്നവർ ഒരുപക്ഷെ മൂക്കത്ത് വിരൽ വെച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റ് എല്ലാ ദിവസവും മുകളിലേക്ക് തന്നെ കയറി പോകണം എന്ന് നിർബന്ധമില്ല. ഇന്ന് നിഫ്റ്റി സത്യത്തിൽ 225 പോയിൻ്റ് അഥവാ വളരെ ഒരു ഹെവി ഫോളാണ്. 225 പോയിൻ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മുൻനിര സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഇന്ന് വലിയ സെല്ലിംഗ് പ്രഷറാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നോക്കിയാൽ SBI ഇന്ന് 15 രൂപ മൈനസാണ്. JSW സ്റ്റീൽ 43 രൂപ, അദാനി എൻ്റർപ്രൈസസ് 49, ഭാരതി എയർടെൽ 22, ഹാവൽസ് 29, നെസ്ലെ 32. ഡിഫൻസ് സ്റ്റോക്കായ BL പോലും ഒരു ചെറിയ വിലയുടെ സ്റ്റോക്കാണ്, 400 രൂപ താഴെയുള്ള സ്റ്റോക്കാണ്. എന്നാൽ അത് പോലും 20 രൂപ ഇന്ന് മൈനസായി എന്നുള്ളത് അത്ഭുതത്തോടെ മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ മാർക്കറ്റ്, ആ മാർക്കറ്റ് എന്ത് മാർക്കറ്റാണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിലെല്ലാം കൂടി നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. ക്ലാസ്സുകളിലൊക്കെ അത് വിശദമായിട്ടൊക്കെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇൻവെസ്റ്റേഴ്സിന് അഥവാ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്കൊക്കെ കടന്നു വരുന്ന ആളുകൾക്കൊരു ആമുഖം പോലെ ചില കാര്യങ്ങൾ അറിയാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ മാർക്കറ്റിന് ട്രേഡേഴ്സിൻ്റെ ഭാഷയിൽ ഒരു ബെയർ മാർക്കറ്റ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഡൗൺവേർഡ് ട്രെൻഡായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. വളരെ സൂക്ഷിച്ച് നന്നായി മാർക്കറ്റിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു മാർക്കറ്റാണ്. കാരണം ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് ഒരു വൺ സൈഡിലേക്ക് മാത്രം മൂവ് ചെയ്യുന്ന, ഒന്നുകിൽ അപ്വേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ്, ഇടയ്ക്കുള്ള കയറ്റിറക്കങ്ങളൊന്നും അധികം വരാതെ ഒരു സൈഡിലേക്ക് മാത്രം റാലി നടത്തി പോകുന്ന ഒരു മാർക്കറ്റ് എല്ലാ ദിവസവും കിട്ടാറില്ല. അങ്ങനെ ആ മാർക്കറ്റ് അതിൻ്റെ നേച്ചർ അതാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ല പ്രോഫിറ്റ് അവർ എടുക്കാൻ, നല്ല ലാഭം മാർക്കറ്റിൽ നിന്ന് എടുക്കും. അതൊക്കെ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ വിശദമായി പിന്നീടുള്ള വീഡിയോകളിൽ പറയാം. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക, മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു വടംവലി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒന്ന് ബുൾസാണ്, ഒന്ന് ബെയറിഷാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ന്യൂസിലോ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ന്യൂസ് കാണുമ്പോൾ ഒരു കുത്തിമറിഞ്ഞ് വരുന്ന ഒരു കാളക്കൂറ്റിൻ്റെ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു കരടിയുടെ പടവും കാണിച്ചിട്ട് ചില ദിവസമൊക്കെ ചോരപ്പുഴ ഒഴുകി, അതുപോലെ തന്നെ ഇത്ര ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ഒലിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ബെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബെയറിഷായിട്ട് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഈ ചോരപ്പുഴ ഒഴുകി എന്നൊക്കെയുള്ളത്. അതുപോലെ തന്നെ ബുൾസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ കയറ്റി കൊണ്ടുപോകുന്നവരാണ്, അല്ലെങ്കിൽ എപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും അത് മാർക്കറ്റിനെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരുമാണ് ബുൾസ്. അതുകൊണ്ടാണ് അതിനെ ഒരു കാളയുടെ പടം കൊടുത്ത് ഷെയർ മാർക്കറ്റിൽ ആ കാളയുടെ പടം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ വടംവലിയിൽ ബെയേഴ്സാണ് ആധിപത്യം സ്ഥാപിച്ചത്. ആധിപത്യം എന്ന് പറഞ്ഞാൽ പോരാ, സമഗ്ര ആധിപത്യം. ഒരു ഘട്ടത്തിൽ പോലും ബുൾസിന് എത്തി നോക്കാൻ പോലും കഴിയാത്തതുപോലെ ബെയേഴ്സിൻ്റെ ഒരു സമഗ്രാധിപത്യമായിരുന്നു ഇന്ന് കണ്ടത്. അങ്ങനെയുള്ള മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ചിലരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പുതിയ ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ഡെറിവേറ്റീവ്സിൽ വളരെ നല്ല ട്രേഡ് നടത്താനായിട്ട് സാധിക്കും.
ലോകത്തെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റാണ് ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിലെ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഇന്ന് പുട്ട് സൈഡിൽ ട്രേഡ് ചെയ്ത ആളുകൾക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടായി കാണും. അതുപോലെ തന്നെ ഹെഡ്ജ് ചെയ്ത ആളുകൾക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോള് സെല്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഒക്കെ സ്റ്റോക്ക് സെല്ല് ചെയ്യാം, ഷോർട്ട് സെല്ല് ചെയ്യാം. ഇങ്ങനെയൊക്കെ പല നിലകളിൽ ഒരു ബെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് അറിയേണ്ട കാര്യം, നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെർമിനലിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എന്താണ് മാർക്കറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ബെയറിഷ് മാർക്കറ്റിലേക്ക്, ഒരു ബെയറിഷ് മോഡിലേക്ക് പോവുകയാണോ, ഒരു ബുള്ളിഷ് മോഡിലേക്ക് പോവുകയാണോ, അതോ ഒരു ഫ്ലാറ്റ് മാർക്കറ്റിൻ്റെ നേച്ചറാണോ കാണിക്കുന്നത്? ഇത് മനസ്സിലാക്കുന്നതിലാണ് ഒരു ട്രേഡർ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് വിജയിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഏതൊക്കെ തരത്തിൽ പൈസ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കും മിക്കവാറും ഞാൻ ഇടുന്ന വീഡിയോ. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.